ഹായ് ഗൈസ്. ലാസ്റ്റ് സെഷനിൽ നമ്മുടെ സോങ് ഡീറ്റെയിൽ കമാൻഡ് കുറച്ച് നമ്മൾ ഒരു ബേസിക് ബോയിലർ പ്ലേറ്റ് പോലെ ഉണ്ടാക്കിയിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിലവിൽ കാണുന്ന പാട്ടിൻ്റെ വിവരങ്ങൾ ഒരു പെർട്ടിക്കുലർ കമ്പോണൻറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഞാൻ സോങ് ഡീറ്റെയിലിൽ നിലവിൽ കാണുന്ന പാട്ടിൻ്റെ ടൈറ്റിലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചേക്കാണ് സോങ് ഡീറ്റെയിൽസ് എന്നുള്ളത്. പക്ഷേ ലേറ്റർ നമുക്കത് പാട്ടിൻ്റെ ടൈറ്റിലാണ് കാണിക്കേണ്ടത്. അതിനാൽ ഒരു പാട്ടിനായി അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാട്ടിനുള്ള ക്വറി എങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് വരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ. അതിനുവേണ്ടി ആദ്യം ഞാൻ ഗ്രാഫിക്കൽ ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അവിടെ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ടുണ്ട്, റൂട്ട് ക്വറി ടൈപ്പ് ഉണ്ട്, മ്യൂട്ടേഷൻ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ ഞാൻ റൂട്ട് ക്വറി ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു പ്രത്യേക പാട്ടിനെ കുറിച്ച് ക്വറി നടത്താനാകുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ ടൂളിൽ വലതുവശത്തുള്ള ഡോക്സ് ഇല്ലേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, ഡോക്സ്. ഈ വലതുവശത്തുള്ള ഡോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ റൂട്ട് ക്വറി ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, റൂട്ട് ക്വറി ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്ത് പറ്റിയെന്ന് വെച്ചാൽ സോങ്സിന് നമുക്ക് ക്വറി വെച്ച് എഴുതാൻ പറ്റും, പർട്ടിക്കുലർ ID വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഇതുവരെ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാ സമയത്ത് പാട്ടുള്ള ലിസ്റ്റ് കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ആവശ്യമായ ID ഉള്ള പാട്ട് എടുത്താൽ മതിയല്ലോ എന്നുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങളത് പറഞ്ഞത് ശരിയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഗ്രാഫിക്കലിൻ്റെ പ്രധാന ഫീച്ചറിൽ ഒന്നെന്ന് വെച്ചാൽ ആപ്ലിക്കേഷന് വേണ്ടാത്ത ഡാറ്റ ഓവർഫെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണല്ലോ. ഓക്കെ, അതായത് ഒരു യൂസർ ഒരു പ്രത്യേക പാട്ട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആ പാട്ടുമായി ബന്ധപ്പെട്ട ഡാറ്റ മാത്രം കൊണ്ടുവരണമെന്ന് വേണ്ടു. നമ്മളല്ലാണ്ട് ബാക്കിയുള്ള ഡാറ്റയും കൂടിയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമുക്ക്. മുഴുവൻ പാട്ടുകളുടെ ലിസ്റ്റ് ഫെച്ച് ചെയ്യേണ്ട നമുക്ക് അവിടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ റൂട്ട് ക്വറിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. നമുക്കൊരു ക്വറി ഉണ്ട്, അതിൽ സോങ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു പ്രത്യേക പാട്ടിൻ്റെ ID മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ സിംഗുലർ സോങ്ങിൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടും. ആ പെർട്ടിക്കുലർ പാട്ടിൻ്റെ വിവരങ്ങൾ മൊത്തം കിട്ടും നമുക്ക്. അതായത് ക്വറി എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ, സോങ് ക്വറി നടത്തുക, അതിന് ആവശ്യമായ ID നമ്മൾ നൽകണം. ഓക്കെ, മറുപടിയായി ആ ഒറ്റ പാട്ടിൻ്റെ വിവരങ്ങൾ മാത്രം നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഒരു അപ്രോച്ച് നമ്മുടെ കേസിൽ. ഓക്കെ, നമ്മൾ പെർട്ടിക്കുലർ പാട്ടിൻ്റെ ID എടുത്ത് അത് ക്വറിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് കമ്പോണൻറ്റ് നമുക്ക് കാണിക്കണം. ആദ്യം നമ്മൾ വെച്ചാൽ ക്വറി ഗ്രാഫ് ക്യൂവിൽ എഴുതിക്കൊണ്ട് തന്നെ തുടങ്ങാം. നമ്മുടെ ഇവിടെ തന്നെ മുമ്പ് എഴുതാറുണ്ടല്ലോ ഗ്രാഫിക്കൽ ടൂളിൽ തന്നെ. ഗ്രാഫിക്കിൽ തന്നെ നമ്മൾ ഇവിടെ എഴുതിക്കൊണ്ടാണ് നമ്മൾ ഒന്ന് തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ചെയ്താൽ ക്വറി എങ്ങനെ ആയിരിക്കുമെന്നും നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് തന്നെ നമുക്ക് കോഡിലേക്ക് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതിനാൽ ഞാൻ ഈ സൈഡ് പാനൽ ഇവിടെ ക്ലോസ് ചെയ്യാണ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിലേക്കുള്ള ഒരു വാലിഡ് സോങ് ID കണ്ടെത്തണം നമ്മൾ. കാരണം സോങ് ID പാസ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ID കണ്ടെത്തേണ്ടതുണ്ട് എന്താണെന്നുള്ളത്. അത് എങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്വറിയും ടൈറ്റിലും വന്നിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്വറി ഓൾറെഡി എഴുതേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ റൺ ചെയ്യാണ്. നമുക്ക് നമ്മുടെ കേസിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഒന്ന് ID-യും അതിൻ്റെ ടൈറ്റിലും, ID-യും ടൈറ്റിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ID കിട്ടിയിട്ടുണ്ട്. ഇവിടെ സോങ്ങിലെ ID ടൈറ്റിൽ എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നു. നമുക്ക് കറസ്പോണ്ടിങ്ങിലി സോങ്സിലെ നമ്മുടെ കയ്യിൽ 2 പാട്ടുണ്ട്. ആ 2 പാട്ടിൻ്റെയും ID-യും നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടൈറ്റിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിവിടുത്തെ ID കോപ്പി ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു ക്വറി വേരിയബിൾ ചെയ്തിട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സ്വീകരിക്കുന്ന ഒരു നെയിംഡ് ക്വറി എഴുതാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്ക് അവിടെ ID കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ക്വറി വേരിയബിൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതൊക്കെ. അതേ അപ്രോച്ച് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൺ ടൈമിൽ തന്നെ നമുക്ക് ID വെച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ. ഓക്കെ, അത് ഹാർഡ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ സോങ് മാത്രം വേണ്ട എന്ന് പറയേണ്ടതില്ലല്ലോ, നമുക്ക് ഡൈനാമിക്കായിട്ട് ചെയ്യാൻ പറ്റും.
വ്യത്യസ്തമായ പാട്ടുകൾ ഫെച്ച് ചെയ്യാനുള്ള എന്താ പറയുക ഒരു കോഡായിരിക്കും. റൺ ടൈമിൽ ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായ പാട്ടുകൾ ഫെച്ച് ചെയ്യാനുള്ള ഒരു കോഡായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്വറി വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. സോ ക്വറി വേരിയബിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ക്വറി വേരിയബിൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഇത് ID, എന്നിട്ട് ഈ കാണുന്ന വിസ്പേഴ്സ് റെയിൻ എടുക്കാം. ഫസ്റ്റ് റെയിൻ ഞാനിവിടെ പാസ് ചെയ്യാം ക്വറി വേരിയബിളിൽ. ഓക്കെ, സോ നമ്മൾ ക്വറി വേരിയബിൾ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ചുവന്നൊരു എറർ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത വേരിയബിൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് വേണോ എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമ്മളെന്തായാലും അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ എറർ ഇപ്പോൾ കാര്യമാക്കേണ്ട എടുക്കേണ്ട കാര്യമില്ല, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൊറി എഴുതാൻ പോവാണ്. നെയിംഡ് കൊറി എഴുതുമ്പോൾ കൊറി വേരിയബിൾസ് സ്വീകരിക്കുന്ന സിൻറ്റാക്സും പിന്നെ മ്യൂട്ടേഷൻ ഉപയോഗിച്ചത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മൾ പണ്ട് യൂസ് ചെയ്ത പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ മ്യൂട്ടേഷനിൽ വേരിയബിൾ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ചാൽ മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിൾ ഇതാണ്. ആഡ് സോങ് എന്നിട്ട് ടൈറ്റിൽ, അത് ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതും, സ്ട്രിങ് എന്ന് പറഞ്ഞ് എഴുതും നമ്മൾ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത് മ്യൂട്ടേഷൻ. ശരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ നെയിംഡ് കൊറി എഴുതുമ്പോഴും, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഇത് ഞാൻ റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ, ഇങ്ങനെ മുമ്പ് എഴുതിയെന്നുള്ളത്. ഇവിടെ ഞാൻ എഴുതുന്നത് കൊറി എഴുതി. ഓക്കെ, ആദ്യം നമ്മൾ കൊറി യൂസ് ചെയ്യണം, കീവേഡ്. അതിനുശേഷം ഈ കൊറിന് ഒരു പേര് കൊടുക്കണം. ഓക്കെ, ഒരു ഉദാഹരണത്തിന് സോൺ കൊറി എന്ന് വിളിക്കാം. അത് റൂളല്ല, അത് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെച്ച് സോങ്, ഫൈൻ വൺ സോങ്, ഫെച്ച് സോങ്സ് ബൈ ID എന്നിങ്ങനെ പേരൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം യൂസ് ചെയ്യുന്നത് സോങ് കൊറിയാണ് എന്നുള്ളൊരു പേരാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ കൊറി റൺ ചെയ്യുമ്പോൾ അതിന് വാലിഡായ ഒരു ID നമ്മൾ കൊടുക്കണം. ഓക്കെ, അതൊന്നും വ്യത്യാസമില്ല, നമ്മൾ മ്യൂട്ടേഷനിൽ എഴുതിയ പോലെ തന്നെയാണ്. ID എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ID എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടത് ഇപ്പോൾ വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. ഇനി ഞാൻ അതിന് ID എന്ന് കൊടുക്കുകയാണ്. പിന്നെ ഇൻകമിങ് ഡാറ്റയുടെ അനോട്ടേഷൻ നമ്മൾ ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻറ്റീജർ ആണോ, സ്ട്രിങ് ആണോ, ID ആണോ എന്നൊക്കെ. ഇതിൽ നമ്മൾ പലതും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഞാൻ ID തന്നെയാണ് വരേണ്ടത്, അതുകൊണ്ട് ഞാൻ ID എന്ന് തന്നെ കൊടുക്കുകയാണ് ടൈപ്പായിട്ട്. ഓക്കെ, അത് നിർബന്ധമായിട്ടും യൂസർ നൽകേണ്ടതാണ്, കാരണം ID തന്നെയാണ് ഞാൻ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളൊരു പാട്ടിൻ്റെ കൊറി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ID ആണല്ലോ നമ്മൾ എടുക്കേണ്ടത്. ID ഇല്ലാത്ത സോങ് കൊണ്ടുവരുമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഒരു എല്ലാ സോങ്ങിനും ID ഉള്ളതുകൊണ്ട് സോ അത് വേണം. പിന്നെ അതിന് വേണ്ടിയിട്ട് വാലിഡേഷൻ എൻഫോഴ്സ് ചെയ്യണം. ആക്ച്വലി ID എപ്പോഴും പ്രൊവൈഡ് ചെയ്യണമെന്നാണല്ലോ നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യണം. ആ എൻഫോഴ്സ് എന്ന് വെച്ചാൽ ഞാനിവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഇതാണ് എന്താണെന്ന് വെച്ചാൽ എക്സ്ക്ലമേറ്ററി ഇട്ടാണ് ബേസിക്കലി. ഓക്കെ, ഇനി നമ്മുടെ സോങ് ഡീറ്റെയിൽ കമാൻഡിൽ ഒരു പ്രത്യേക പാട്ട് കണ്ടത് ഉപയോഗിക്കേണ്ട കൊറിയാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സോ ഇത് നമ്മൾ എഴുതിയ ശേഷം, ഇത് എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഇതിനെ നമ്മൾ സോങ് ഡീറ്റെയിൽ കമാൻഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. സോ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിനെ ഒരു സെപ്പറേറ്റ് കൊറി ഫയലായി മാറ്റാം, അല്ലെങ്കിൽ ഹാർഡ് കോഡ് റിക്വയർമെൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ കൊറി എഴുതിയിട്ടില്ല. ഇനി സോങ് കൊറി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മൾ കൊറി എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ നിന്ന് കൊടുക്കുകയാണ്, പിന്നെ ID കൊടുക്കുകയാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, റീലോഡ് ചെയ്തിട്ട്.
ഡിസ്ക്രിമിനേറ്ററി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിട്ടില്ല എന്താണ് കൊറി, അനോട്ടേഷൻ എഴുതിയിട്ടില്ലല്ലോ ആക്ച്വലി നമ്മൾ. സോ അത് നമ്മൾ എഴുതേണ്ടതുണ്ട്, അത് വിട്ടുപോയി. സോങ് ഓഫ് ID കോളൻ ഡോളർ ID, എന്നിട്ട് അതിലാണ് നമ്മൾ ടൈറ്റിലും ID എഴുതിയിരുന്നത്. സോ ഞാനിവിടെ നമ്മൾ ID പാസ് ചെയ്തു ഇവിടെ. എന്നിട്ട് ആ ID നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ റീലോഡ് ചെയ്യാം. ഇവിടെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ ID വെച്ചിട്ട് നമ്മൾ ഈ മ്യൂട്ടേഷൻ, ഈ ഡോക്സിൽ എഴുതിയിരുന്ന റൂട്ട് ക്വറി ടൈപ്പിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നമ്മൾ ക്വറി ഏതാണെന്നുള്ളത്. അപ്പം ഞാൻ ആ ക്വറി യൂസ് ചെയ്യാണ്, സോങ് എന്ന് പറഞ്ഞ ക്വറി യൂസ് ചെയ്യാണ്. വരുന്ന ID ഞാൻ കൊടുത്തിട്ട് എനിക്ക് IDയും ടൈറ്റിലും IDയും വേണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്വറി വർക്കാവുന്നുണ്ട്. നമ്മൾ എഴുതിയ ക്വറി എക്സിക്യൂട്ടീവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡാറ്റ നമ്മൾ സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റിലേക്ക് ഒരു പെർട്ടിക്കുലർ സോങ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ കോപ്പി ചെയ്യാണ്. ഈ ക്വറി നമ്മൾ എഴുതിയ ക്വറി അങ്ങനെ തന്നെ കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമ്മൾ സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റ് .js ഇത് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ക്വറി ഇവിടെ പേസ്റ്റ് ചെയ്യണം. സോ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണമെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ക്വറി ഫയലിലായിട്ട് നമുക്ക് മാറ്റിയിട്ട് ചെയ്യാം. അത് ഹാർഡ് റിക്വയർമെൻ്റ് ഒന്നും അല്ല, പക്ഷേ പ്രൊജക്ട്സിൽ ഞാൻ അങ്ങനെ സാധാരണയായിട്ട് ക്വറികൾക്ക് വേണ്ടി അങ്ങനെ ഫയൽ സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇവിടെ കൂടി നല്ലൊരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വറികൾക്കെല്ലാം കൂടി ഒരു സെപ്പറേറ്റ് ക്വറീസ് ഒരു ഡിക്ഷണറിയിൽ വയ്ക്കുന്ന പോലെയാണ് നല്ലത് ആക്ച്വലി. സോ അപ്പോൾ അത് എന്താ പറയുക, ഭയങ്കര നല്ല ഓർഗനൈസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ക്വറീസ് ഡയറക്ടറിയിൽ fetchsong.js നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, fetchsongs.js എന്ന് പറഞ്ഞാൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ fetchsong.js എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. സോ വ്യത്യാസമുണ്ട്. ഫെച്ച് സോങ്സ് പറഞ്ഞാൽ പ്ലൂരലാണ്, മൾട്ടിപ്പിൾ സോങ്സ് ഉണ്ട്. ഓക്കെ, അത് മറക്കരുത്. ഒന്ന് ഫെച്ച് സോങ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, ഒരു എസിൻ്റെ വ്യത്യാസമുള്ളൂ ഇവർ രണ്ടും തമ്മിൽ. അത് നിങ്ങൾ ടൈപ്പ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് മാറ്റാം. സോങ് ഇൻഡെക്സ്, ഗെറ്റ് സോങ്, ഫെച്ച് സോങ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷേ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ക്ലിയർ ആവും കുറച്ചും കൂടി. എങ്കിലും ഞാൻ ഫെച്ച് സോങ് എന്ന പേരിൽ തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് തോന്നിയിട്ട് ഞാൻ തൽക്കാലം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രം ഇതിലേക്ക്. ഓക്കെ, പിന്നെ ഓർക്കുക, നമ്മൾ ക്വറി സൃഷ്ടിക്കുന്ന ലൈക്ക് ക്വറി എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് GQL ലൈബ്രറി. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. GQL സോങ് ക്രിയേറ്റിൽ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് കോപ്പി ചെയ്യാണ്. കോപ്പി ഫെച്ച് സോങ്ങിൽ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യണം എക്സ്പോർട്ട് ഡീഫോൾട്ട്. അപ്പോൾ GQLൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്പോർട്ട് ഡീഫോൾട്ട് എഴുതിയിട്ട് GQL ബാക്ക്ടിക്ക് സെമിക്കോളൻ, എന്നിട്ട് തിരിച്ച് നമ്മൾ ഗ്രാഫിക്കൽ ടൂളിൽ പോയിട്ട് കോപ്പി ചെയ്യണം ഈ ക്വറി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ GQL ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്ക്ടിക്ക് യൂസ് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ എഴുതിയ ക്വറി അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്ത രീതി കറക്റ്റാണ് തോന്നുന്നു. ആക്ച്വലി നമ്മൾ റൺ ചെയ്തിട്ടില്ല ഫൈനലി, എന്നാലും കൂടിയും ഇതുവരെ ചെയ്ത രീതി നമ്മൾ കറക്റ്റായിട്ട് തോന്നുന്നു. ഓക്കെ, സോ ഇപ്പം ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കണം ഇവിടെ വെച്ചിട്ട്. ഇനി അടുത്തത് സോങ് ഡീറ്റെയിൽ കമ്പോണ്ടിനൊപ്പം ഈ ക്വറി എങ്ങനെ വയറപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക. എന്നെക്കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായും ക്ലിയർ ചെയ്താം. താങ്ക്സ് ലോട്ട്, ബൈ.